നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ഭൂഷൺ ഫസ്റ്റ് പാർട്ടിൻ്റെ ട്രാൻസ്ലേഷൻ പേപ്പറാണ് ഇന്ന് വായിക്കുന്നത്. 3rd പേപ്പറാണ് വരുന്നത്. ട്രാൻസ്ലേഷൻ നിങ്ങളുടെ ടെസ്റ്റിൽ വരുന്ന അനുവാദമാല ടെസ്റ്റിൽ വരുന്ന 3ാമത്തെ ട്രാൻസ്ലേഷനാണ്. പേജ് നമ്പർ 7. അതിൻ്റെ ആൻസർ വരുന്നത് നമ്മുടെ പരീക്ഷാ ഗൈഡിലെ പരീക്ഷാ സഹായം എന്ന് പറഞ്ഞൊരു ബുക്കുണ്ടല്ലോ, അപ്പോൾ അതിൽ 171ാമത്തെ പേജിൽ ആൻസർ ഉണ്ട്. അപ്പോൾ ആദ്യം ഹിന്ദി വായിക്കാം. കേരള की एक विशिष्ट कला है കഥകളി. കേരളത്തിലെ ഒരു വിശിഷ്ടമായ കലയാണ് കഥകളി. യൂറോപ്പ്, ഏഷ്യ और अमेरिका आदि विदेशों में कई कलाप्रेमी कथकली सीखने के लिए केरल आया करते थे. യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കലാപ്രേമികൾ കഥകളി പഠിക്കുന്നതിന് വേണ്ടി എവിടെ വരുമായിരുന്നു? കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. കഥകളി ശബ്ദ കാ മത്ലബ് ഹെ കഥാത്മക നൃത്യ. കഥകളി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് കഥാപ്രാധാന്യമുള്ള നൃത്തം. യഹ് യോഗരൂഢ് ശബ്ദ ഹെ. ഇതെന്താണ്? യോഗരൂഢ അർത്ഥമാണ്. ഇത് 2 വാക്കുകൾ കൂടി ചേർന്ന് ഉണ്ടാകുന്നതാണ്. യോഗരൂഢ ശബ്ദ ക്യോंकि किसी भी कथा प्रधान नृत्य को कथा का खेल कहा जाता है. എന്തെന്നാൽ ഏതെങ്കിലും കഥയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നൃത്തത്തെ അല്ലെങ്കിൽ കഥയാണ് കഥകളി എന്ന് പറയുന്നത്. इसका प्रारूप കൃഷ്ണനാട്യം और രാമനാട്യം में मिलता है. ഇതിൻ്റെ ആദിരൂപം കേരളത്തിൻ്റെ പുരാണ നൃത്തമായ നാട്യമായ കൃഷ്ണനാട്ടത്തിലെയും രാമനാട്ടത്തിലെയും എന്ത് ചെയ്യുന്നു? അത് കാണുന്നുണ്ട്. അപ്പോൾ കൃഷ്ണനാട്യത്തിലും രാമനാട്യത്തിലും അത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ജബ് കവി ജയദേവ് കി ഗീതാ ഗോവിന്ദ് की गीत लहरें केरल तट पर भी लहराई तब यहाँ के मंदिर में इसके गीत बाजे की संगीत पर गाने की परंपര ആരംഭ हुई. അപ്പോൾ ഇത് ആരംഭിച്ച് എങ്ങനെയാണ്? കവി ജയദേവൻ്റെ ഗീതാ ഗോവിന്ദത്തിലെ ഗാനരംഗങ്ങൾ കേരളത്തിൽ അലയടിച്ചപ്പോൾ എന്ത് ചെയ്തു? അവിടുത്തെ ക്ഷേത്രങ്ങളിൽ സംഗീതോപകരണങ്ങളിലൂടെ പാടുന്ന രീതിക്ക് അതെന്ത് ചെയ്തു? ആരംഭിച്ചു, തുടക്കം കുറിച്ചു. कुछ दिनों के बाद കോഴിക്കോട് के नरेश मानवेद महाराज ने श्री कृष्ण की कथा कृष्णनाट्यम के रूप में രചി और പ്രചരിത് कराई. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കോഴിക്കോട്ടെ രാജാവായ മാനവേദ മഹാരാജാവ് കൃഷ്ണൻ്റെ കഥയായ കൃഷ്ണനാട്ട രൂപത്തിൽ രചിക്കുകയും പ്രചരിപ്പിക്കുകയും ഇതിനെ ചെയ്തു. कृष्णनाट्य में प्रत्येक कथावस्तु के लिए अलग अलग नकीली मुख बना लेते हैं. അപ്പോൾ ഓരോ കഥാപാത്രത്തിനും വേണ്ടി വേറെ മുഖംമൂടി ഉണ്ടാക്കി കൊടുത്തിരുന്നു. कृष्णनाट्य में प्रत्येक कथापात्र के लिए अलग अलग नकीली मुख बना लेते हैं. നക്കീലി എന്താണ്? നക്കീലി വെച്ചാൽ വേറെ മുഖംമൂടി, അതായത് പകരം ഒരു മുഖംമൂടി. कृष्णनाट्य में प्रत्येक कथापात्र के लिए പറഞ്ഞു. മലബാർ में यह कला विशेष लोकप्रिय रही. മലബാറിലൊക്കെ ഈ കലാരൂപം വളരെ പ്രശസ്തമായിരുന്നു. अब लुप्त प्रायः कृष्णनाट्यम गुरुवायूर के मंदिर में कभी प्रस्तुत हुआ करता है. ഇപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു? മലബാറിലെ ഈ കല ജനപ്രീതി നേടിയിരുന്നു. ഇപ്പോഴാണെങ്കിൽ അത് നശിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കൃഷ്ണനാട്യം ഗുരുവായൂർ അമ്പലങ്ങളിൽ വല്ലപ്പോഴൊക്കെ എന്ത് ചെയ്ത് നടത്താറുണ്ട്. രാമനാട്യം രാമായണ पर आधारित നൃത്യനാട്ടം. അപ്പോൾ രാമനാട്യം എന്നുള്ളത് രാമായണ കഥയെ ആധാരമാക്കിയിട്ടുള്ള ഒരു നൃത്തരൂപമാണ്. കൊട്ടാരക്കര നാമക് സ്ഥാൻ കെ ശാസകി ദേൻഹെ. കൊട്ടാരക്കര എന്ന പ്രദേശത്തിൻ്റെ ഭരണാധികാരികളുടെ ഒരു സംഭാവനയാണ്. ദേൻ വെച്ച സംഭാവന. प्राचीन केरल की प्रसिद्ध दुर्गा पूजा കഥകളി के विधान में योग देती है. പുരാണ കേരളത്തിലെ പ്രസിദ്ധമായ ദുർഗാ പൂജ കഥകളിയുടെ നിർവഹണത്തിന് സഹായകരമായി മാറിയിരിക്കുന്നു. അടുത്ത പേജിലാണ് ആൻസർ വരുന്നത്. പൂജാക്രമേ പൂജാരി പർ ഭവാനി കി കൃപ ഹോത്തി ഹെ. ദുർഗാ പൂജയുടെ അനുഷ്ഠാനത്തിൽ ദാരികാസുരവധത്തിൻ്റെ അഭിനയമാണ് ഉള്ളത്. അതിലൊരു വരി വിട്ടുപോയി. അപ്പോൾ प्राचीन केरल की प्रसिद्ध दुर्गा पूजा कथकली के विधान के योग से दे सकती है. दुर्गा पूजा के विधान में दारिकासुर वध का अभिनय होता है. पूजाक्रम में पूजारी पर भवानी की कृपा होती है. അപ്പോൾ പൂജ ചെയ്യുമ്പോൾ ഭവാനിയുടെ കൃപ നേടുന്നു. वह कुंकुमदार पाव मंडप पर ताल के अनुसार जगता नाचता है. यह नृत्य कथकली के नृत्य विशेष कलश नृत्य का प्रारूप ബത്തലായ ജാത്താ ഹെ. അപ്പോൾ അദ്ദേഹം ചിലങ്കയണിഞ്ഞ കാലുകളാൽ മണ്ഡപത്തിൽ താളത്തിനനുസരിച്ച് ചുവടുകൾ വച്ച് നൃത്തം ചെയ്യുന്നു. ഈ നൃത്തം കഥകളിയുടെ നൃത്തവിശേഷ രൂപമായ
കലാശകളി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് വായിച്ച് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോൾ അതിൻ്റെ തനി മലയാളം നമ്മുടെ നോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വേണം ഇത് പഠിക്കേണ്ടത്. അടുത്ത് 4-മത്തേതാണ്. ഭാരതത്തെ സംബന്ധമേ ഗാന്ധിജിക്ക് കൽപ്പന ക്യാ തി? ഭാരതത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ സങ്കല്പം എന്തായിരുന്നു? മേ ഐസേ ഭാരതയ്ക്ക് ലിയേ കാം കരൂംഗ. ഞാൻ ഇങ്ങനെയുള്ള ഒരു ഭാരതത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ജിസ്മേ ഗരീബ് സേ ഗരീബ് യഹ് മഹ്സൂസ് കരേഗാ കി യഹ് ഉസ്കാ ദേശ് ഹെ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, അതിൽ പ്രവർത്തിക്കുക. അപ്പോൾ ആ സെൻറ്റൻസ് കൊണ്ട് വായിക്കാം. ഭാരതത്തെ സംബന്ധിച്ച് ഗാന്ധിജിയുടെ സങ്കല്പം എന്തായിരുന്നു? അതീവ ദരിദ്രരായർ പോലും ഇത് എൻ്റെ ദേശമാണെന്നും ഇതിൻ്റെ നിർമ്മാണത്തിൽ എൻ്റെ പങ്കുണ്ടെന്നും തോന്നുന്നതുമായ ദേശത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, പ്രവർത്തിക്കും. അവിടെ എന്തൊക്കെ വേണം? അവിടെ ഉയർന്നതെന്നോ താഴ്ന്നവരെന്നോ വ്യത്യാസമൊന്നും ഇല്ലാതെ, തൊട്ടുകൂടായ്മ എന്ന ശാപമില്ലാതെയും, ഉത്തേജക മാദ്യങ്ങളും കഞ്ചാവും മുതലായവയ്ക്ക് സ്ഥാനമില്ലാതെയും, സ്ത്രീകൾക്കും പുരുഷന്മാരെ പോലെ പ്രാധാന്യമുള്ളതുമായ ഒരു ഭാരതമാണ് എൻ്റെ സ്വപ്ന ഭാരതം. അപ്പോൾ എല്ലാവർക്കും എന്താണ്, തുല്യ പ്രാധാന്യം വേണം. അപ്പോൾ പാരഗ്രാഫ് ഒന്നുകൂടെ വായിക്കാം, ഹിന്ദി വായിക്കാം. ഭാരതത്തെ സംബന്ധമേ ഗാന്ധിജിക്ക് കൽപ്പന ക്യാ തി? മേ ഐസേ ഭാരതയ്ക്ക് ലിയേ, ഞാൻ ഇങ്ങനെ ഒരു ഭാരതത്തിന് വേണ്ടി കാം കരൂംഗ, പ്രവർത്തിക്കും. ജിസ്മേ ഗരീബ് സേ ഗരീബ് യഹ് മഹ്സൂസ് കരേഗ, പാവപ്പെട്ട ഓരോ ആൾക്കാരും അവർക്ക് തോന്നണം, യഹ് ഹമാര ഉസ്കാ ദേശ്, ഇത് എൻ്റെ രാജ്യമാണെന്ന്, എൻ്റെ ദേശമാണെന്ന്. ജിസ്കെ നിർമ്മാണമേ ഉസ്കാഫി പ്രഭാവശാലി ഹാത്ത് ഹെ, അപ്പോൾ ആ ദേശത്തിൻ്റെ ഉയർച്ചയിൽ അവർക്ക് ഒരു പങ്ക് ഉണ്ടാകും. ഐസേ ഭാരത് ജിസ്മേ നാ ഉച്ച വർഗ് ഹെ നാ നിമ്ന വർഗ്, അവിടെ ഉന്നത വർഗമൊന്നോ താഴ്ന്ന വർഗമൊന്നും പാടില്ല. ജിസ്മേ അസ്പൃശ്യത കാ ആവശ്യം, അവിടെ അയിത്തം വേണ്ട. അഥവാ ഉത്തേജക മദ്യോം കാ ബൂട്ടിയോം കെ അഭിഷാബ് കോ സ്ഥാൻ നഹി, അവിടെ മാദക ദ്രവ്യങ്ങൾക്കൊന്നും എന്തില്ല, ഒരു സ്ഥാനമില്ല. ജഹാ സ്ത്രീയോം കോ വഹി അധികാർ ഹെ ജോ പുരുഷോം കോ യഹ് മേരെ സ്വപ്നോം കാ ഭാരത് ഹെ, അപ്പോൾ പുരുഷന്മാർക്ക് ഉണ്ടായിരിക്കുന്ന അതേ പ്രാധാന്യം ആർക്കും വേണം, സ്ത്രീകൾക്കും വേണം. ऐसी स्थिति में महात्मा गांधी जी भारतीय जनता को एक चुंबक की भांति अपने पास खींच लेती है. അപ്പോൾ ഐസി സ്ഥിതിയിൽ, ആ ഒരു അവസ്ഥയിൽ മഹാത്മാഗാന്ധി ഭാരതത്തിലെ ജനങ്ങളെ ഒരു കാന്തം പോലെ എന്ത് ചെയ്യുന്നു, തന്നിലേക്ക് അടുപ്പിച്ച് അവരെന്ത് ചെയ്യുന്നു, മോഹിപ്പിച്ചിരുന്നു. ലേക്കിൻ ഗരീബ് ജനതാക്കോ വേ വ്യക്തി കോ സമാജ് സെ പ്രാചീൻ കോ ഭവിഷ്യ സെ ജോഡ് രഹേ ഹെ, ഓരോ വ്യക്തിയെയും ഓരോ കാര്യത്തിൽ എന്ത് ചെയ്യുന്നു, പഴയ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നു, ബന്ധിപ്പിക്കുന്നു. വേ ജനതാക്കോ സ്വാവലംബൻ ആത്മനിർഭരത പ്രേമ സദ്ഭാവന മാനവ ഏകത തഥാ സാധകി സിക്കാത്തെ ഹെ. അപ്പോൾ എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മഹാത്മാഗാന്ധി ഭാരതത്തിലെ ജനങ്ങളെ ഒരു കാന്തം പോലെ എന്ത് ചെയ്തു, തന്നിലേക്ക് അടുപ്പിച്ച് അവരെ മോഹിപ്പിച്ചിരുന്നു. അദ്ദേഹം വ്യക്തിയെ സമൂഹത്തോടും പ്രാചീന കാലത്തെ ഭാവി കാലത്തോടും യോജിപ്പിച്ചിരുന്നു. അദ്ദേഹം ജനതയെ സ്വാശ്രയശീലം, സദ്ഭാവന, ഐക്യം, ലാളിത്യം എന്നിവ എന്ത് ചെയ്തു, പഠിപ്പിച്ചു. हाँ धनी और अंग्रेजी तरीके से जिंदगी बिताने वाले लोगों को गांधी जी का रास्ता कठिन मालूम हुआ. വിശക്കുന്ന ധനികർക്കും ഇംഗ്ലീഷുകാരുടെ ജീവിത രീതി പിന്തുടർന്നവർക്കും ഗാന്ധിജിയുടെ മാർഗം എന്തായി തോന്നി, വളരെ കഠിന പ്രയാസമായി തോന്നി. ലേക്കിൻ ഗരീബ് ജനതാക്കോ ബഹുത്ത് ആസാൻ ലഗ, പക്ഷെ പാവപ്പെട്ടവർക്ക് ആ ഒരു രീതി വളരെ എളുപ്പമായി തോന്നി. महात्मा ने जनता के साथ अपने को एकाग्र कर लिया. जनता का उद्धार उनका प्रथम लक्ष्य हो गया. ധർമ്മോ സെ ഗൗൺ രഹ, പക്ഷെ ഗാന്ധിജി എന്ത് ചെയ്തു, ജനങ്ങളോടൊപ്പം തന്നെയും സമന്വയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഥമ ലക്ഷ്യം ജനങ്ങളുടെ ഉയർച്ചയായിരുന്നു. മതത്തിന് 2ാം സ്ഥാനം അദ്ദേഹം കൊടുത്തു. महात्मा कहा आदि फूकी जनता कोई धर्म नहीं रख सकी, न कोई कला न कोई संगठन. मेरे मत में करोड़ों फूक के लोगों को भी उपयोगी दिखाई दे, वह सुंदर है और सब जीवन का सारा सौंदर्य और अलंकरण आप ही आप अनुगलता होगा. मैं ऐसी कला और സാഹിത്യ चाहता हूँ जो करोड़ों जनता से बोल सके. അപ്പോൾ വിശക്കുന്ന ജനങ്ങൾക്ക്, അതാണ് ഫൂക്കി ജനതാക്കോ, ഒരിക്കലും എന്തെങ്കിലും മതത്തെയോ കലയോ സംഘടനയോ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ കോടിക്കണക്കിന് വിശന്നിരിക്കുന്ന ജനങ്ങൾക്ക് എന്താണോ ഉപയോഗപ്രദമായി കാണപ്പെടുന്നത് അതാണ് സൗന്ദര്യം. അപ്പോൾ എല്ലാവരുടെയും ആവശ്യം എന്താണോ അതിലാണ് സൗന്ദര്യം. അപ്പോൾ ഉപയോഗപ്രദമായി കാണപ്പെടുന്നതാണ് സൗന്ദര്യം. അപ്പോൾ ജീവിതത്തിലെ എല്ലാ സൗന്ദര്യവും അലങ്കാരവും സ്വയം യോജിക്കാത്തതാവും. കോടിക്കണക്കിന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കലയെയും സാഹിത്യത്തെയുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗാന്ധിജി സ്വപ്നം കണ്ട തൻ്റെ ഭാരതം.
അപ്പോൾ ഈ 2 ട്രാൻസ്ലേഷൻ, ഇപ്പം മൊത്തം 4 ട്രാൻസ്ലേഷൻ ആയിട്ടുണ്ട്. നമ്മൾ 2 വീഡിയോയിൽ 2 ട്രാൻസ്ലേഷൻ വെച്ചാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.